Hello. Hi Rosie. How can I help you, dear? ഡോ Yes, Miss Rosie. ഇന്ന് എനിക്ക് മാല ഊരി തന്ന ആ തെണ്ടിയുടെ റൂം നമ്പർ ഏതാ? അയ്യോ, അത് ജോണി സാറിന്റെ അല്ലേ? അത് ഒന്ന് വേഗം പറയടോ. 405. എന്തിനാ ഇപ്പോ? ഹലോ. ഈ ഓഞ്ഞ മാല കാണുമ്പോ ഞാൻ മയങ്ങൊന്ന് കരുതിയോടാ മരമാക്രി. എന്തായിരുന്നു 2-3 ദിവസമായിട്ട് എന്റെ പ്രോഗ്രാം കാണാൻ ഫ്രണ്ടിൽ വന്ന് ഞെളിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വിചാരിച്ചു എന്നോട് ഇൻവോൾവ് ചെയ്യാന്ന്. എന്റെ സംഗീതത്തിന് നീക്കുന്ന പ്രതിഫലം. സാപാസ പിടിക്കാൻ അറിയാത്ത പട്ടി. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ഭാര്യരെ തെറ്റിദ്ധരിപ്പിച്ചതാ. എന്നാ പിന്നെ സോറിയാ. ഡാർലിംഗ്, ഡോർ അടക്കണ്ടടാ നായേ. ഏയ്, മാല ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. നല്ല മാല. താങ്ക് യു സോ മച്ച്. താങ്ക്സ് പറയാനാണോ ഈ രാത്രി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതെ. എന്റെ സുന്ദരിയായ പാട്ടുകാരി, നമുക്കിനിയും കാണണ്ടേ? കാണണം. പക്ഷേ ഇപ്പൊ നീ ഇവിടെ കണ്ടതെല്ലാം മറന്നേക്കും. നീ ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. മനസ്സിലായോ? എല്ലാം മറന്നേക്കും. മറക്കില്ലേ? മറന്നു. നീ നല്ല കുട്ടിയാ. അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ അത്രക്ക് ഇഷ്ടമായത്. ഇന്ന് വേണ്ട, ഇനിയൊരു ദിവസം. അതുപോലെ നമുക്ക് ഇനിയും കാണണം. കാണണ്ടേ? എന്നാ പോയി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. പണ്ടർക്കാലൻ ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോ എന്ത് വെച്ചിട്ടുണ്ട്? ഉറങ്ങാതിരിക്കാലേ. ജിമ്മിയെ, അവൻ അടങ്ങിയല്ലോ അല്ലേ? അതൊക്കെ അടക്കുമല്ലോ സാറേ. പിന്നെ നാളെ ബോംബെന്ന് വരുന്ന ഐറ്റംസ് ഏതാ?
ഒന്ന് ഉക്രൈനും മറ്റേത് ഇറാനി ക്രോസും. ശ്ശോ, എനിക്ക് മേല. ഫ്ലൈറ്റ് ഇറങ്ങിയ നേരെ വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വിട്ടേക്കണം. മറ്റന്നാളെ ഒരു ഗംഭീരം കക്ഷി വരുന്നുണ്ട്. അതാരാണാവോ? പറയാം. ജിമ്മിയാണ ആ, നീ എന്തരടെ എവിടെ? ഒരു ചെറിയ ഇടപാടെണ്ണ. നമ്മുടെ നടി സ്വപ്ന ബോംബെയിലെ ഒരു ബിസിനസ്സുകാരന് വേണ്ടി. ആ, ഇവിടൊക്കെ എത്ര മേടിക്കുന്നത്? 10 8 എൻ്റെ അമ്മ 8 ലക്ഷോ? ഇതിപ്പോൾ എത്ര ദിവസത്തേക്ക്? ദിവസമൊന്നുമില്ലണ്ണ, ഒരു പകല്. ഒരു പകലിനാ? നീ എന്തോന്നടേ പറയുന്നത്? ഇതിന് മാത്രം ഇത് എന്തോന്ന്? ആ സ്വപ്ന തന്നെ അല്ലേ? അണ്ണാ എപ്പോഴും ഒന്നും ഇല്ലണ്ണ. ഇങ്ങനെ വല്ല ഭ്രാന്തന്മാരും വന്ന് ചാടിയാലായി. പിന്നെ ഇപ്പോഴത്തെ നടിമാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അണ്ണ. വീട്ടിൽ നല്ല സ്വത്ത്, ഇഷ്ടം പോലെ വിദ്യാഭ്യാസം, ജോലിയും നല്ല വരുമാനവും. ആര് വരും? പിന്നെ ഇങ്ങനെ തെന്നിയും തെറിച്ചും പ്രാരാബ്ദവും പട്ടിണിയുള്ള ഒന്നിനെ കിട്ടിയാലായി നമ്മുടെ ലക്കി. നിനക്കിപ്പോൾ എത്ര കിട്ടും? അണ്ണാ 10%. പിന്നെ ഞാൻ മുക്കിയും മൂളി ഒന്നും ഒപ്പിച്ചെടുക്കും. അണ്ണൻ്റെ ഫോറിൻ ഗേൾസിൻ്റെ ഗ്യാങ്ങിൽ നമ്മുടെ കൂടെ ഒന്ന് ചേർക്കട്ടെ. നമ്മുടെ കൂടെ ഒന്ന് നീ ആദ്യം മലയാളീസിനെ കംപ്ലീറ്റ് പിഴപ്പീര്, എന്നിട്ട് നമുക്ക് പതുക്കെ ഇതിലോട്ട് ചാടാം. അണ്ണാ നന്നായിട്ട് പണിയെടുത്ത് ഉയർന്നു വാ. ദൈവം അനുഗ്രഹിക്കട്ടെ. ജയിലെന്ന് പറഞ്ഞാൽ ജീവിതാവസാനമൊന്നുമല്ലല്ലോ. നമുക്കെതിരെ തെളിവുകൾ കൊണ്ടുവരാൻ നോക്കിയാൽ സർക്കാർ പൂജാക്കലി കയറും. പിന്നെ നിങ്ങളെപ്പോലത്തെ 2 സീസൺഡ് ക്രിമിനൽസിനെ എനിക്കിവിടെ കിട്ടിയപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഇപ്പോൾ ഇരട്ടിയായി. ഞങ്ങൾ വെറും ക്രിമിനലുകൾ മാത്രമല്ലല്ലോ, ചെറിയ രീതിയിൽ തീവ്രവാദികളും കൂടിയാണല്ലോ. അല്ലേ? ഞങ്ങളുണ്ടാവും എപ്പോഴും, എന്തിനും. ഇതെന്താ സ്റ്റൂളൊക്കെ വെച്ചിരിക്കുന്നത്? അത് കൊടുത്തു പോയതാണ്. എന്താണ്? എനിക്ക് അബ്ദുവിൻ്റെ ഒരു സഹായം വേണം. വെറുതെ വേണ്ട, കാശ് തരാം. അബ്ദുവിന് എൻ്റെ കാമ്പുവിനായിട്ടൊന്ന് അഭിനയിക്കാവോ? ഇവിടെ ഉള്ളവന്മാരെയൊന്നും എനിക്ക് വിശ്വാസമില്ല. ആ ഷിബുവിനെ ഞാൻ ആലോചിച്ചു, പക്ഷെ പിന്നെ അതെനിക്ക് മെനക്കേടാവും. ആ ജിമ്മാണെങ്കിൽ എന്നെ കാണുമ്പോഴേ റേപ്പ് ചെയ്യാൻ പോകുന്ന റിയാക്ഷനാണ്. അബ്ദു ആണെങ്കിൽ ഐ എം കംഫർട്ടബിൾ. ദേ, ഇങ്ങനെ ഒരു വികാരമില്ലാതെ നിന്നാൽ മതി. ഇതായിപ്പോഴത്തെ സ്റ്റൈൽ. അല്ല, ഞാൻ നിങ്ങളെ കാമുകെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കണ്ടേ? ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ ആകെ കുഴപ്പവും. പിന്നെ നിങ്ങളുടെ കാമുകെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷൊക്കെ പറയണ്ടേ? ഒന്നും പറയണ്ട, ഒന്ന് കിടന്നു തന്നാൽ മതി. കിടന്നു തന്നാൽ മതി എന്നാ? ഇവിടെയല്ല, ദൂരെ ഒരു സ്ഥലത്ത്, നല്ലൊരു ഹോട്ടൽ റൂമിൽ. ഇതൊക്കെ എന്തിനാണ്? എൻ്റെ ഭർത്താവ് വരുന്നുണ്ട്. പഴയ ഭർത്താവ്, പഴകി ദ്രവിച്ച ഭർത്താവ്. അയാളെ ഒന്ന് പൊളിച്ചെടുക്കണം. അടി മേടിച്ചു തരുമോ? പേടിയുണ്ടോ? പേടിയുണ്ട്. ഒന്നും ചെയ്യില്ല, കൂൾ കക്ഷിയാ. എന്ന് വെച്ചാൽ നിന്നേക്കാ പേടിയാ. എന്നാ വരാം. അപ്പൊ അബ്ദുവിനെ ഇഷ്ടമുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ പുറകെ മണപ്പിച്ച് നടക്കണം. അബ്ദുവിന് എന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? കുണ്ടി. ഈ ഓണസ്റ്റി എൻ്റെ ഭർത്താവിനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ അയാളെ കെട്ടിപ്പിടിച്ച് ബോംബെയിലിരുന്നേനെ. എന്താണോ ഓണസ്തി? അയാൾക്കതില്ലേ? അയാൾക്ക് അതും ഇല്ല, അങ്ങനെ പലതും ഇല്ല അബ്ദു. അത് വിട്. അപ്പം റെഡിയാണോ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരാമെന്ന്. ഞാൻ വരാം. അപ്പം എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഞാൻ വരാം. അതൊന്നും ഇന്ന് നേരത്തെ ചോദിച്ച പോലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? പറയട്ടെ? പറയട്ടെ? നിന്റെ പല്ലിലെ കമ്പി. ഇവളെണീറ്റ് പോയില്ലേ? എന്താ
പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഷിബുചേട്ടാ. പിന്നെ പേടിപ്പിക്കാതെ 5:30 അലാറം ഇപ്പൊ അടിച്ചത്. ഇവിടെ പാതി പേര് എണീറ്റ് കാണും. എടി നീ 4 മണിയുടെ അലാറം വെച്ചിട്ട് എണീറ്റ് പോകുന്നു പറഞ്ഞിട്ട് ക്ഷീണിച്ചു പോയി. എടി, എണീക്ക്. എന്തായിരുന്നു ഇന്നലെ? ചുമ്മാ കിന്നാരം പറയാണ്ട് എണീക്കടി. ആ ദോ, പിടി. റെഡി സാർ. ഇതെന്തോ കിടക്കുന്നേ? ഓക്കെ. ഇറങ്ങ. ഇതാരാ? നീ ഒന്ന് ഇറങ്ങ്. ഇതാരാന്ന്? അത് കുഴപ്പമില്ല, ഒരു ബോധം പൊക്കണില്ലാത്ത ഐറ്റാ. വാ. ഓ, ഞാനൊക്കെ എന്തിനാ ഏട്ടാ രാവിലെ എണീറ്റ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓടണത്? നീ പോടെ, ഇതിനെ കൊണ്ട് ആക്കിയിട്ട് വരാം. ആ പെഗ്ഗാൻ്റെ എണീറ്റ് വന്നോ. വാ. വാടി. ഡേയ്, അവൻ ഉറക്കണ സതീശൻ. അവന്റെ കാറ്റ് പോയെന്നാ തോന്നുന്നേ. ഓക്കെ സതീശ. ഓ, ഇവന്റെ ഒരു കാര്യം. എണീക്ക്, നമുക്ക് വയർ കുറക്കണ്ടേ? നീയല്ലേ പറഞ്ഞ 6 പാക്ക് വേണം 6 മാസത്തിനൊക്കെ. ഏതോ ഒരു സിനിമ റെഡി ആയിട്ടുണ്ടെന്നൊക്കെ. 6 പാക്ക് കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നാടാ കാലം തെളിയിക്കുന്നു. നീ ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. ഡേയ്, എനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോണം. ബോട്ട് പോയാ ഷിബുചേട്ടൻ എന്നെ ബൈക്കിൽ കൊണ്ടാക്കണോട്ടോ. നീ ഒന്ന് വേഗം നടക്ക്, പെട്ടെന്നാവട്ടെ. ഷിബുചേട്ടാ, പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ റിസ്ക് ഒക്കെ എടുത്ത് ചേട്ടനായി സഹകരിക്കുന്നത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് സഹനടിയാവാൻ വേണ്ടിട്ട് മാത്രല്ല കേട്ടോ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചേട്ടനോട് എനിക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. നീ നട. ചേട്ടൻ ആ തേവര ശൈലജയുടെ അടുത്തും മഞ്ഞുമൽ ഷാഹിനയുടെ അടുത്തും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് അറിയാം. എന്നാലും അവരെ പോലെയാണോ നിന്നെ കാണുന്നേ? തലനാരി ഇഴക്കല്ലേ നിന്റെ കാസനോവയിലെ വേഷം പോയത്? ആ റോഷൻ, അവൻ ലാസ്റ്റ് മിനിറ്റല്ലേ കാലു മാറി കളഞ്ഞത്. അവനെ എൻ്റെ കൈ കിട്ടും. ഈ ഷിബു ഓൺലൈനിൽ വളർത്തിവിട്ട് ചേർക്കണ. ഇപ്പോൾ 5-6 സൂപ്പർ ഹിറ്റുകളൊക്കെ ആയപ്പോൾ മുടകളൊക്കെ കാണിച്ചു തുടങ്ങി.